ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് പോകുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി സ്വർണം കൊണ്ടുപോകുന്നത് വൻ ചതിക്കുഴിയിലേക്കാണ് നയിക്കുകയെന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. അടുത്ത കാലത്തായി മറ്റുള്ളവർക്ക് വേണ്ടി നാട്ടിലേക്ക് സ്വർണം കൊണ്ടുപോകുന്ന പ്രവണത പ്രവാസികൾക്കിടയിൽ വർദ്ധിക്കുന്നതായി റിപ്പോർട്ടുണ്ട്. 1 കിലോ സ്വർണത്തിന് തീരുവ അടക്കാനുള്ള പണത്തിന് പുറമെ സ്വർണ്ണവാഹകർക്ക് 50,000 രൂപയും വിമാന ടിക്കറ്റും ലഭിക്കുമെന്നതാണ് കൂടുതൽ പേരെ ഇതിലേക്ക് പ്രേരിപ്പിക്കുന്നത്. 1 കിലോ സ്വർണം കൊണ്ടുപോകുമ്പോൾ അതിനാ ഡ്യൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ആളുകളുടെ ധാരണ അത് ഡ്യൂട്ടി അടച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ മറ്റൊരു ബാധ്യതയൊന്നും ഇല്ല എന്നാണ്. പിന്നീട് സംഭവിക്കുന്നത് എന്താണ്, പാസ്പോർട്ട് നമ്പറും അഡ്രസ്സോട് കൂടിയിട്ടാണ് ഈ ഡ്യൂട്ടിയുടെ റെസീറ്റ് നമുക്ക് കിട്ടുന്നത്, രേഖ ഉണ്ടാക്കുന്നത്. ഈ ഇൻഫോർമേഷൻ ഉടനെ തന്നെ കസ്റ്റംസ് അതോറിറ്റീസ്, ഇൻകം ടാക്സ് അതോറിറ്റീസിന് ട്രാൻസ്ഫർ ചെയ്യും. അതിൽ യാതൊരു സംശയമില്ല. ആ കൊണ്ടുപോയ വ്യക്തി ഏകദേശം 30 ലക്ഷം ഉറുപ്പികയുടെ ആസ്തിക്ക് ഉടമസ്ഥനാണ്. സ്വർണ്ണവാഹകൻ താൻ കൊണ്ടുവന്ന സ്വർണത്തിന് പിന്നീട് ആദായ നികുതി നൽകാനും ഉടമസ്ഥാവകാശം തെളിയിക്കാനും ബാധ്യസ്ഥനായിരിക്കും. ഏജന്റുമാർ വഴി നടത്തപ്പെടുന്ന ഇത്തരം ഇടപാടുകളിൽ കൂടുതലും സാധാരണക്കാരും പാവങ്ങളുമായ പ്രവാസികളാണ് വഞ്ചിക്കപ്പെടുന്നത്. ബ്ലാക്ക് മണി വൈറ്റാക്കുക പോലുള്ള ലക്ഷ്യം മുൻനിർത്തി നടത്തുന്ന ഇത്തരം ഇടപാടുകളെക്കുറിച്ച് ശക്തമായ ബോധവൽക്കരണം അനിവാര്യമാണെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ഹാരിസ് അരിക്കുളം, മീഡിയ 1, ദുബായ്.